വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. പച്ചമാങ്ങ രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 3 ചെറിയ പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ മാങ്ങ എന്നുണ്ടെങ്കിൽ ഒരു പകുതി മാങ്ങ മതിയാകും. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് വേണം. എരിവനുസരിച്ചിട്ട് പച്ചമുളക് കൂട്ടി കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ജീരകം, ചെറിയ ജീരകം, ഒരു 2 നുള്ളു ഉലുവ പൊടിച്ചത്, കുരുമുളക് അവരവരുടെ എരിവനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു 1/2 ടീസ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. ഇതിനി നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് പേസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളി കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് പുളി എടുത്തിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത പുളിയാണിത്. മൺചട്ടിയിലാണ് ഞാൻ രസം ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം കൂടെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ രസം നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പച്ചമാങ്ങ രസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.